ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ ഹോമി ഡയറീസ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഒത്തിരി നാളായി കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയതുകൊണ്ടാണ് കുറച്ച് ദിവസം ഡിലേ ആയത്. ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇടാനായിട്ട് നോക്കാം കേട്ടോ. ഇന്ന് വൈകിട്ട് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു 20 മീറ്റർ അത്രയേ ഉള്ളൂ ഹൈവേയിലോട്ട് കയറാനായിട്ട്. സ്ട്രീറ്റ് ഫുഡൊക്കെ ഉണ്ട്. വൈകിട്ടാകുമ്പോഴത്തേക്ക് സ്റ്റാർട്ടാവും. അങ്ങനെ പാനിപൂരി കഴിക്കാൻ വന്ന ഒരു വ്ളോഗാണ്. സായ്മോൾ കുറേ ദിവസം കൊണ്ട് പറയാണ് പാനിപൂരി കഴിക്കുക, വീട്ടിൽ ഇരുന്നാൽ കാണാനായിട്ട് പറ്റും ഈ കടയൊക്കെ. അപ്പം പാനിപൂരി കഴിക്കാൻ പോവാമെന്ന് അങ്ങനെ വന്നതാണ്. അപ്പോൾ പാനിപൂരി അവർ എടുക്കുന്ന ആ ഒരു ഗ്യാപ്പിൽ കുഞ്ഞുങ്ങൾക്ക് പൂരി കൊടുത്തു കേട്ടോ. തൊട്ടടുത്തുള്ള ഷോപ്പാണെങ്കിൽ നമ്മളെ വരത്തില്ല. ഇതിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. പക്ഷെ നല്ല ഇതായിരുന്നു ഫുഡ്, നല്ല ടേസ്റ്റായിരുന്നു. എനിക്ക് പൊതുവേ പാനിപൂരിയോട് വലിയ താല്പര്യമില്ല, പക്ഷേ ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കുഞ്ഞുങ്ങൾക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. വലിയ എരിയൊന്നുമില്ല, അപ്പം കുഞ്ഞുങ്ങളും നന്നായിട്ട് കഴിച്ചു കേട്ടോ. സായ്മോക്കും ബേബിക്കും ഒക്കെ ഇച്ചിരി എരിയൊക്കെ പ്രശ്നമാണ്, പക്ഷേ ഇതെന്തോ നന്നായിട്ട് അവർ കഴിച്ചു, അവർക്ക് ഇഷ്ടപ്പെട്ടു. സാക്ഷി മോളും നന്നായിട്ട് കഴിക്കുന്നുണ്ട്. ചേച്ചി കഴിക്കുന്നത് കണ്ടിട്ട് സോസൊക്കെ ഒഴിച്ച് കൊടുത്തോണ്ടായിരിക്കും ഇഷ്ടപ്പെട്ടു അവർക്ക്. പിന്നെ നല്ല ശരിക്ക് ക്വാണ്ടിറ്റിയൊക്കെ ഉണ്ടായിരുന്നു. പാനിപൂരിയും നമ്മൾ ചുണ്ടൽ കടല പാഴ്സൽ വീട്ടിൽ വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് അതും എരി കുറച്ചെടുത്താൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. കുഞ്ഞുങ്ങളുടെ അടുത്ത് നല്ല സ്നേഹമാണ്. ഇതിനു മുമ്പ് വന്നപ്പോഴും ഇതുപോലെയായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് പൂരിയൊക്കെ ഇങ്ങനെ കൊടുത്ത്, അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല, ഇച്ചിരി ക്വാണ്ടിറ്റി കൂടുതലായിരുന്നു ഞങ്ങൾ വാങ്ങിയ പാഴ്സലിൽ. ഞാൻ വിചാരിച്ച് കുറച്ചേ കാണത്തുള്ളൂ എന്ന്. സാധാരണ നമ്മൾ പുറത്തൊക്കെ പോയി വാങ്ങുമ്പോൾ കുറച്ചല്ലേ കാണത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ 2 വാങ്ങി. വീട്ടിൽ വന്ന് നോക്കിയപ്പോഴാണ് ഒന്നിൽ തന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഇനി കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ, പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു. ഈ തിരുവല്ലം ടോൾ ഗേറ്റ് വഴി പോകുന്നവരൊക്കെ ഈ ഫുഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം കേട്ടോ. എല്ലാം കിട്ടും ഇവിടെ. ഫ്രൂട്ട്സ് ആയാലും ടീ ഷോപ്പ്, ജ്യൂസ് കൗണ്ടർ എല്ലാം ഉണ്ട് ഇവിടെ. രാത്രി ആകുമ്പോഴാണ് സ്റ്റാർട്ടാവുന്നത് ഇതൊക്കെ കേട്ടോ. ഫ്രൂട്ട്സ് കട മാത്രം രാവിലെ കാണും. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പം അച്ഛൻ്റെ കൂടെയാണ് ഞങ്ങൾ പോയത്. അച്ഛൻ ഞങ്ങളെ ഇവിടെ ഇറക്കിയിട്ട് വേറെ എന്തോ ആവശ്യത്തിനായിട്ട് പുറത്തോട്ട് പോയി. ഞാനും കുഞ്ഞുങ്ങളും പിന്നെ വഴിയിലിറങ്ങി വീട്ടിലോട്ട് കുറച്ച് നടക്കാനുണ്ട്. നടന്നങ്ങ് വീട്ടിലോട്ട് കയറി കേട്ടോ. രണ്ടുപേരും ഭയങ്കര ഹാപ്പി. കാരണം വലിയ അലച്ചിലൊന്നുമില്ല, പെട്ടെന്ന് പോയി കഴിച്ചു വന്നു. അതൊരു ഇതല്ലേ, നമ്മൾ ഇതൊക്കെ ഇപ്പോഴാണ് തുടങ്ങി. മുമ്പൊക്കെ ആണെങ്കിൽ ഇതൊക്കെ കഴിക്കണമെങ്കിൽ പുറത്തൊക്കെ പോകണ്ടേ. പിന്നെ വീട്ടിൽ വന്നിട്ട് കടല കഴിക്കുകയാണ് കേട്ടോ. കണ്ടോ, അത്യാവശ്യം ഞാൻ ഒരു പാക്കറ്റിൽ നിന്ന് പകുതിയാണ് എടുത്തത്. അത് തന്നെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. സായ്മൊക്കെ നല്ല ഇഷ്ടപ്പെട്ട്. അതിൻ്റെ ഒരു തുള്ളിച്ചാട്ടമാണ് കാണുന്നത്. എരിയൊന്നുമില്ല. എരി ഉണ്ടായിരുന്നെങ്കിൽ കഴിക്കുമ്പോൾ തന്നെ അവരുടെ എക്സ്പ്രഷൻ മാറിയെങ്കിൽ. അടുത്ത് ചെറിയ ആൾ കഴിച്ചു നോക്കുകയാണേ. കുഞ്ഞിന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നന്നായിട്ട് കഴിച്ച്. കുറച്ച് ഞാൻ അല്ലാതെ ചെറിയൊരു പ്ലേറ്റ് എടുത്ത് കൊടുത്തപ്പോൾ സ്വന്തമായിട്ടിരുന്ന് നന്നായിട്ട് കഴിച്ച്. സൂപ്പറാണെന്നൊക്കെയാണ് പറയണത് കഴിച്ചിട്ട്. ഇനിയും പോകണമെന്നാണ് സായ്മോള് പറയുന്നത്.